കണ്ടില്ലേ നല്ല സൂപ്പർ നെയ്യപ്പം ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാലുണ്ടല്ലോ ഈ മഴക്കാലത്ത് ഹോ എന്താ സുഖം എന്നറിയോ പൊരിഞ്ഞ മഴ പുറത്ത് അകത്ത് നമുക്കിങ്ങനെ ചൂടുള്ള നെയ്യപ്പം തിന്നാൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം കേട്ടോ. ഇവിടെ ഇപ്പം തന്നെ കറണ്ട് പോയി. നെയ്യപ്പം കണ്ടല്ലോ. അപ്പോൾ നെയ്യപ്പത്തിന് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഞാൻ മുന്നൊരുക്കം കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നെയ്യപ്പത്തിന് പച്ചരി ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകി അരിപ്പയിലിട്ട് വെച്ച പച്ചരി ഇതാട്ടോ. ഇനി അത് പൊടിക്കണോ പച്ചരി. പിന്നെ അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ടേസ്റ്റിന് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇടും. പിന്നെ അപ്പത്തിന് നല്ല ജീരകം ഇടും, ഏലം ഇടും. ഞാനിപ്പോൾ ഏലം എൻ്റെ തന്നെയാണ്. ഏലം ഞാൻ ഇവിടെ തന്നെ വെള്ളമെടുത്ത് ഉണക്കി വെച്ചതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വെല്ലം, ഉപ്പ്, പിന്നെ എണ്ണ, അതൊക്കെ. ഇതിപ്പോൾ അരസറായത് കൊണ്ട് 1 കിലോ പച്ചരിക്കാണെങ്കിൽ 3/4 കിലോ വെല്ലം വേണ്ടത്. ഇതിപ്പോൾ എൻ്റെ ഇത് 1/2 കിലോനാണ്. അപ്പം നമ്മൾ 1/2 കിലോ വേണ്ട, അതിനും കുറച്ചിട്ട് ഇതിൽ കുറഞ്ഞ മൈദപ്പൊടി മതി, അത്രേ അളവ് വേണ്ടു. അപ്പം ഞാനിതിന് പെട്ടെന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണങ്ങിയ പോലെ ആവണം. ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ഒലർന്ന് നിൽക്കുക, അങ്ങനെ വന്നാൽ പെട്ടെന്ന് പൊടിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇത് ഞാൻ ഇവിടേക്കങ്ങ് തുണിയിലങ്ങ് ആക്കി വെക്കും. തുണിയിലാക്കിയാൽ പെട്ടെന്ന് വെള്ളം, നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യലുണ്ടോ? ഇതാ അങ്ങനെ അങ്ങ് ചെയ്താൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോവും. അരി നല്ലോണം അങ്ങോട്ട് കണ്ടോ, ഇനി സൂപ്പറായിട്ട് പൊടിയും. തുണിയിലാക്കിയാൽ അങ്ങനെ ഒന്ന് ഉണ്ട് കേട്ടോ, ഒരു മാജിക്ക്. ഇനി പൊടിക്കട്ടെ. ചെറിയ ജാറിലിട്ടിട്ട് ഒറ്റ കറക്കം മതി. നമ്മൾ അപ്പത്തിന് നൈസ് പത്തിരിൻ്റെ ആ നൈസ് പൊടി പറ്റൂല, പുട്ടും പൊടി പോലത്തെ കുറച്ച് തരി വേണം. അപ്പോൾ ഇത് അരിച്ചോളന്നൊന്നുമില്ല, പൊടി വേഗമാവും. ഞാൻ അരിക്കലില്ല കേട്ടോ പുട്ടിൻ്റെ ഇതിതാ. ലാസ്റ്റ് അരി പൊടിക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് നല്ല ജീരകവും ഏലും ഇട്ടങ്ങ് പൊടിക്കും. അങ്ങനെ പൊടിച്ചാൽ പിന്നെ നമ്മൾ വേറെ നോക്കണ്ടല്ലോ. ഏല പൊടിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ട്, ഞാനങ്ങനെ ചെയ്യലുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്തില്ല കൊല്ലം. അങ്ങനെ പൊടിക്കൽ ഇവിടെ കഴിഞ്ഞു. അരസേർന്ന് നോക്ക് എത്ര പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. മഴക്കാലത്ത് നമുക്കിത് ചുട്ടിച്ചാൽ മതിയല്ലോ, നമുക്ക് ഇടയ്ക്ക്. പൊടിച്ച് കഴിഞ്ഞതിൽ ഞാൻ മൈദപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ 1/2 കിലോ അരിയാണുള്ളത്, അതിലൊരു 200 ഗ്രാം 500 കുറച്ച്, അതിൻ്റെ 200 ഗ്രാം മൈദപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് മതി. നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. നമ്മൾ കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം അത്. എന്നാൽ പിന്നെ നമ്മൾ വെള്ളം ഉരുക്കി ഒഴിക്കുമ്പോഴേ കട്ട പിടിക്കൂല. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, നല്ലോണം നന്നാവലുമുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എവിടെ ഈ മൈദ ഒരു സ്ഥലത്ത് തന്നെ ആയാൽ ഉരുണ്ട് കൂടും. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും കഴിഞ്ഞു. അങ്ങനെ ഇനി വെല്ലം ഉരുക്കട്ടെ. വെല്ലം ഉരുക്കുന്നത് ഞാനിപ്പോൾ സാധാരണ അപ്പം ചൂടുമ്പോൾ 1 കിലോ അപ്പം ചൂടാൻ നോക്കുമ്പോൾ ഞാൻ കൃത്യ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് 3/4 കിലോ തന്നെ വാങ്ങിപ്പിക്കല, എന്നാൽ നമുക്ക് വേഗം തിരിയും. ഇതങ്ങനെയല്ല, എടുത്ത് വെച്ചേന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഒരു 1/2 കിലോ ഒരു 350 മേലെ കുറച്ച് ഇതായിട്ടിതാ ഇത്രയും വെല്ലെടുത്തു. ഇനി ഞാൻ ഉരുക്കട്ടെ കേട്ടോ. ഈ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഫുള്ള് ഒഴിക്കൽ. ഞാൻ എല്ലാം ഗ്യാസിൽ ഞാൻ തിളപ്പിച്ച വെള്ളം കെറ്റിൽ തിളപ്പിച്ചിട്ട് ഒഴിക്കല. അലൂമിനിയത്തിൽ നമ്മൾ വെള്ളം ഉരുക്കുകയാണെങ്കിൽ അടി പിടിക്കൂല, അങ്ങനെ ഒരു ഗുണമുണ്ട്. സ്റ്റീലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് ഉരുകട്ടെ. വെള്ളം ഇവിടെ ഉരുക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഉരുക്കി ചൂടോടെ ഒഴിക്കേണ്ടി. അപ്പോൾ ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിനോടൊക്കെ വിട പറയണം. ഇനി സ്റ്റീലാണ് ഇത് ഒഴിക്കാൻ. ഇതെല്ലാം മിക്സാക്കിയതാട്ടോ, അതുകൊണ്ട് ഇത് പ്രശ്നമില്ല.
ഇനി നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടുവന്നാൽ മതി. എല്ലാം അതിലിട്ട് കഴിഞ്ഞു. ഇതിൽ വേണ്ടതൊക്കെ ഇനി വലിയ ഉരുക്കി ഒഴിക്കട്ടെ. ചൂടോടെ തന്നെ കേട്ടോ ഒഴിക്കുന്നത്. അരിപ്പ നിർബന്ധ. കല്ല് കടിച്ചാൽ പിന്നെ അപ്പം വേണ്ടി വരില്ല ആർക്കും. തിന്നു ആക്രാന്തം പിടിച്ചല്ലേ ഈ അപ്പം ചൂടുമ്പോഴൊക്കെ തിന്നല്. അന്നേരം കല്ല് കടിച്ചാൽ എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ ചിരട്ട കയ്യിൽ കിട്ടണം കേട്ടോ. എന്നാലും എനിക്ക് ഇത് പൊട്ടിപ്പോകുന്നോ വളഞ്ഞു പോകുന്നോ പേടി തന്നെയല്ല. ഉറപ്പിൽ നല്ല കറുത്ത വെല്ലാണെങ്കിൽ അപ്പത്തിന് നല്ല കളറായിരിക്കും. വെള്ള വെല്ലാണ്. ഇതിലിപ്പം വെള്ളയല്ല കറുപ്പും അല്ലാത്തൊരു സൈസാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അപ്പത്തിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ കട്ടി വേണം. ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ചിലവർ കൈകൊണ്ട് ഇങ്ങനെ ആക്കൂ. അങ്ങനെയൊക്കെ ആക്കിയാൽ ഇത് നല്ലോണം യോജിക്കുള്ളൂ. ഞാൻ പിന്നെ അതിനനുസരിച്ചുള്ളതാണ് എടുത്തത്. ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പം കട്ടയൊക്കെയാണ്. എന്താ അടിപൊളിയായിട്ട് ഞാനിങ്ങനെ ഇളക്കി കഴിഞ്ഞതാ ലൂസാക്കി ഈ പാകം. ഒരു കഷ്ണം എവിടെ കട്ട പിടിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ മുമ്പേ നമ്മൾ പൊടിയും ഇത് ഒഴിക്കുന്നതിന് മുമ്പേ കയ്യോടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിക്കൂല. ഒക്കെ ഓരോ സൂത്രവിദ്യ ചെയ്യണം. ഇതുണ്ടല്ലോ ഇങ്ങനെ ഇളക്കുമ്പോൾ എന്താ സ്മെല്ല്! ഓ നല്ല സ്മെല്ല്. കാരണം ഇതിൽ എന്തൊക്കെ ചേർന്ന് ഏലം, പിന്നെ നല്ല ജീരകം, വെല്ലം എല്ലാം കൂടെ അങ്ങോട്ട് ചേരുമ്പോഴേ ഇപ്പോൾ ഒരപ്പം പോലെ തന്നെ മണക്കുന്നുണ്ട്. എന്താ അടിപൊളി. ഇതിനി നമുക്ക് ഇങ്ങനെ എത്രയും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞില്ലേ, ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കിയ പാടങ്ങ് ചുട്ടാൽ ചൂടോടെ തിന്നാലും സോഫ്റ്റൊക്കെ തന്നെയാണ്. ചൂടോടെ തിന്നണം. അല്ലെങ്കിൽ ഇത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ എത്ര റെസ്റ്റ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ രാത്രി മാവ് കൂട്ടി വെച്ചിട്ട് രാവിലെ ഇരുന്ന് ചുടൽ. ഇതിപ്പോൾ അത്ര സമയം എടുക്കുന്നില്ല. അതിപ്പോൾ കുറഞ്ഞ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞിട്ട് അതുവരെ വേറെ പണിയെടുക്കട്ടെ. ഇനി അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചുടുന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ആയി റെസ്റ്റ് എടുത്ത്. അധികം നേരം റെസ്റ്റ് എടുത്തില്ല കേട്ടോ. 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്തു. നമുക്ക് ചൂടാം. എന്താ കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. അടിപൊളിയാണ്. കണ്ടിട്ട് എനിക്ക് അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. ചുട്ടു നോക്കട്ടെ. കല്ലടുപ്പത്ത് വെച്ചു. കല്ലല്ല പിന്നെ ദോശ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. ഇരുമ്പും ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവട്ടെ എന്ന് വിചാരിച്ച്. സമയം പോവണ്ടല്ലോ. അപ്പം ചൂടുമ്പോൾ എൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? ആദ്യത്തെ ഒരു 4-5 എണ്ണം ഒന്ന് തിന്നു. എങ്ങനെ ടേസ്റ്റ് അറിയാൻ. അത് കഴിഞ്ഞ് പിന്നെ നിന്ന് നോക്കൂ. അങ്ങനെ ഞാൻ തന്നെ വയറങ്ങ് നിറക്കും. അങ്ങനെ ചൂടാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. എന്താവും എന്നുള്ളത് അറിയില്ല. ഒന്നോ നോക്കട്ടെ. അടിപൊളിട്ടോ. കുഴപ്പമില്ല. ഇതാ പൊങ്ങി വന്നു. എന്താ വേണേൽ 2 എണ്ണമൊക്കെ ചൂടാട്ടോ. കുറേ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പരന്ന ചട്ടിയാണെങ്കിൽ 3-4 ഒക്കെ ഒന്നിച്ച ചൂടാ. ഇതിപ്പം കുറഞ്ഞ ആൾക്കാർക്ക് ഒരു കൊതി വന്നിട്ടുണ്ടാക്കുമ്പോൾ എണ്ണ നശിപ്പിക്കണ്ടല്ലോ. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കും. ഈ ഒരു അടിഭാഗം തന്നെ ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ടേ മറിച്ചിടുള്ളൂ. ഇതാ സൂപ്പറാ. ഞാൻ മാവ് എല്ലാം ഞങ്ങളെ കാണിച്ചു തന്നില്ലേ. ഞാൻ ചുടുന്ന അപ്പം അതിട്ടു. അവിടെ പെരുന്നാളായാൽ എല്ലാ വീട്ടിലും അപ്പം. കുറേ സ്ഥലത്ത് പായസമൊക്കെ അല്ലേ.
ഇതത്ര മതി. ഇതാ അങ്ങനെ സൂപ്പർ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒന്നും കൂടി ഒഴിക്കട്ടെ. തീ കൂടുമ്പോൾ ഒന്ന് കുറക്കണം. പേടിയാ. അതാ റെഡിയായി. ഇതാ എല്ലാ അപ്പും അടിപൊളി തന്നെ. ഇതാ കുറേ ചുട്ട് ഏതും മോശമായില്ല. ഞാൻ ഒന്നും കൂടി ഒഴിച്ചു നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം ഒഴിക്കുന്നത്. അപ്പത്തിൻ്റെ കൂട്ട് ശരിയായാൽ അപ്പം നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ലോണം പൊന്തു ഒക്കെ ചെയ്യും. കൂട്ടുപലാണ് ഇതിൻ്റെ എല്ലാം നിൽക്കുന്ന പൊന്തി. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടണം. ഇങ്ങനെ ഒന്ന് മറിച്ചിടണം, എന്നാലേ ഉള്ളു വേവുള്ളൂ. കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ ആർക്കെങ്കിൽ? എനിക്ക് കൊതി തോന്നിയാൽ ഞാനങ്ങ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ ആരെ ഈ കാത്തിക്കുന്ന അവനവൻ്റെ ഇഷ്ടത്തിന്. ഇതുവരെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കളെ ഇഷ്ടമായിരുന്നു. ഇനിയെങ്കിൽ നമുക്ക് നമ്മളെ നോക്കണ്ടേ. പക്ഷെ ഇതൊന്നും അധികം തിന്നണ നല്ലതൊന്നുമല്ല. പ്രായം കൂടുന്തോറും ഷുഗർ, പ്രഷർ. എന്നാലും 1-2 തിന്നാം. എനിക്കെന്തോ അൽഹംദുലില്ലാ ഷുഗറില്ല. അടുത്തത് നമ്മളൊരു പണിയെടുക്കുമ്പോൾ അത് വിജയിച്ചെന്നറിയോ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ചെറുതൊന്നും ആയിരിക്കൂല. ഇതാ നമ്മളുണ്ടാക്കിയത് എല്ലാം കൂട്ട് റെഡിയായി വിജയിച്ചെന്ന് കണ്ടാൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ചില്ലറൊന്നും ആയിരിക്കൂല. ഇതേതായാലും വിജയിച്ചിട്ടുണ്ട്. അപ്പത്തിന് അങ്ങക്കൊരു കണക്കുണ്ട്, ചിലപ്പം പരാജയപ്പെടൂ. ഇത് നന്നായിട്ട് വിജയിച്ചു. ആദ്യം തന്നെ സോറി കേട്ടോ, നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ലല്ലോ ഇത്രയും ടേസ്റ്റ് സംഭവങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എൻ്റെ ചങ്കുകൾ, അവരെ മുന്നിൽ വെച്ച് തിന്നുക എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടം. എന്നാലും ഞാൻ കാണിച്ചു തരാം. ബീഫ് കറി കണ്ടോ, ബീഫും ഇത് എങ്ങനെ തിന്നുക എന്നുള്ളത്. ഞാൻ പണ്ട് എനിക്കുള്ള അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. പിന്നീട് നിങ്ങൾ അതിൻ്റെ അഡിക്റ്റ് ആവും. ബീഫിൻ്റെ നീരാണ് ഞാൻ എടുത്തത്. പീസ് നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിക്കുന്നില്ല, ചിലർക്ക് വിഷമാവും. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബീഫ് എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടേ. ഞാനും ഉണ്ടാക്കി ബീഫും നെയ്യപ്പം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.